ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്നല്ലേ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരോട് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറക്കരുത്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. കമൻറ്റും ചെയ്യണേ. പിന്നെ നമ്മൾ എന്നോട് 2-3 പേര് ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് എനിക്കറിയാവുന്ന പോലെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതിനകത്ത് പുതിയ കുറേ തുടക്കക്കാർ കാണുമല്ലേ, അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. ഇത് ഒന്ന് റീച്ചായി കിട്ടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങിക്കണം എന്ന് അവർക്ക് ആഗ്രഹത്തോടെ കയറിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കയറിയിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോയാണ്. ഇത് അറിയാവുന്ന കുറേ പേരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കിത് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം, ഇല്ലെങ്കിൽ വിട്ടുകളയെ ഫണ്ണി അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയാം, നമ്മളൊരു യൂട്യൂബിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. വീഡിയോസ് ആണെങ്കിൽ മിനിമം ഒരു 8 മിനിറ്റിൻ്റെയും നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് 8 മിനിറ്റ് താഴോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഒത്തിരി ലാഗ് വരാനും പാടില്ല. മറ്റുള്ള ഈ പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ഗാനമേളയ്ക്ക് പോയി, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടല്ലാത്ത കുറേ പാട്ടുകളൊക്കെ വന്നു, നമ്മളവിടെ ഇരിക്കുകയല്ലോ, നമ്മളവിടെ എഴുന്നേറ്റ് പോരുത്തല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒത്തിരി മറ്റുള്ളവരെ ലാഗ് എടുപ്പിക്കാതെ പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ തയ്യാറാക്കി നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 3 മിനിറ്റിൻ്റെയൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഷോർട്ട് വീഡിയോ നല്ല ക്ലാരിറ്റിയോടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ ഡെയിലി നമ്മൾ ഒരു വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഷോർട്ട് വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആണ് കൂടുതലായിട്ട് വിടുന്നത്. ഷോർട്ട് വീഡിയോയിലൂടെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. കാരണം ഞാൻ ഒരു വീഡിയോ വൈറലായിപ്പോയി. ഇപ്പോൾ അത് 86 ലക്ഷം വ്യൂസിൽ നിൽക്കുകയാണ് ആ വീഡിയോ കയറിപ്പോയതോടുകൂടിയാണ് എനിക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത്. ആദ്യം ഫസ്റ്റ് ലെവൽ ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് ലെവൽ ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിന് ശേഷം സെക്കൻഡ് ലെവല് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി. എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലായിരുന്നു, വ്യൂസ് അപ്പോൾ കംപ്ലീറ്റ് ആയി. 30 ലക്ഷമായിരുന്നു, അത് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മില്യൺ അതും കംപ്ലീറ്റ് ആയി. അതിനകത്തും വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പം മോണിറ്റൈസേഷൻ്റെ എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു പപ്പിയുടെ വീഡിയോ ആണ് ചെയ്തത്. അപ്പം അത് ഏത് വീഡിയോ ആണെന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം വേണ്ടേ, ഈ കാണുന്ന ഈ വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് തെറിവിളിയാണ് അതിനകത്ത് വന്നത്. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫേസ്ബുക്കിലോട്ട് തുറന്ന് നോക്കാനേ പറ്റത്തില്ലായിരുന്നു. കാരണം അതുപോലെ തെറിവിളിയായിരുന്നു. അതിനകത്ത് ഞാൻ അങ്ങനെ പപ്പീനെ വലിയ ദ്രോഹിച്ചിട്ടോ ഒന്നുമില്ല. അതിന് ഈ തമാശ കളിപ്പിക്കാനൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഒരു ഫൺ വീഡിയോ കണ്ടപ്പം ഞാനത് അതിനെ പപ്പീനെ ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ പപ്പീനെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് ചുമ്മാ ഞാൻ വീഡിയോ ഇട്ടു. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാൻ ഫേസ്ബുക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് എൻ്റെ വീഡിയോ കിടക്കുന്നു. പെട്ടെന്ന് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ടെൻഷനായിപ്പോയി, ഇതെന്താ ഇങ്ങനെ. അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കി. കമൻറ്റ് ബോക്സിനകത്ത് ഫുള്ള് ചീത്തവിളിയാണ്. അപ്പം കേസ് കൊടുക്കുക, ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് മാത്രം നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ ചെയ്ത ഒരു വീഡിയോ ആണത്. അപ്പം ഒരു അംഗൻവാടി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പം ഒരുപാട് പേര് അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ട വ്യക്തിനെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്തു. പോസ്റ്റ് ഇട്ട വ്യക്തിനെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ കിട്ടുക? അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. യൂട്യൂബിൽ നിന്ന് വീഡിയോ മറ്റുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു.
അപ്പം ഞാൻ അങ്ങനെ അവരെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, അത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പം ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്കൊരു മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കാവൂന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഓഫാക്കിയിട്ട് കാര്യമില്ല, കാരണം കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കണം. കാരണം നെഗറ്റീവും പോസിറ്റീവും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോ മുന്നോട്ട് റീച്ചായി പോകത്തുള്ളൂ. അപ്പം ഞാൻ അവരത് ഓഫാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ കമൻറ്റ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് മാത്രമാണ്. കുറേ പേരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ആൾക്കാർക്ക് അങ്ങോട്ട് എന്താ പറയുക, അവരങ്ങോട്ട് ബോധിക്കുന്നില്ല അവർക്ക്. അപ്പം പിന്നെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ ആ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടു. പിറ്റേ ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേനും ആ വീഡിയോ കയറി പോകുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്, വ്യൂസ് കൂടുന്നേ ഇല്ല. അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ അത് ഓഫ് ആക്കണ്ട, അത് ഓണാക്കി തന്നെ അത് ഓണാക്കിക്കോ, കാരണം നെഗറ്റീവ് വന്നെങ്കിൽ മാത്രമേ, നെഗറ്റീവും പോസിറ്റീവ് കമൻറ്റും വന്നെങ്കിൽ മാത്രമേ കമൻറ്റ് വരണം ഇതിനകത്ത് മെയിനായിട്ട്. അതുകൊണ്ട് ഓണാക്കി വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാനത് ഓണാക്കി. അപ്പം തന്നെ പിന്നെയും വീഡിയോ കയറി പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ്, പെട്ടെന്നായിരുന്നു കേട്ടോ ആ വീഡിയോ റീച്ചായിപ്പോയത്. ഇപ്പം അത് റീച്ച് കാണിക്കുന്നത് 1 കോടിയാണ് കാണിക്കുന്നത്. അതിന് പപ്പിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പപ്പി. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ വീഡിയോസ് എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ ഡെയിലി നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ഇടുക. അതല്ല ഇപ്പം എപ്പോഴും നമ്മൾ ഒരേ കണ്ടന്റ് തന്നെ വെച്ച് നമ്മൾ വീഡിയോസ് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം എന്താ പറയുക, ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നമ്മുടെ സ്വന്തം വോയിസ്, നമ്മുടെ ഓൺ വോയിസ് ഇട്ട് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടാൻ നോക്കുക വീഡിയോസ്. കാരണം ചിലപ്പോൾ ആദ്യമൊക്കെ ഇപ്പം എൻ്റെ തന്നെ വോയിസ് എനിക്കിഷ്ടമില്ലായിരുന്നു ആദ്യം, ഇപ്പോഴും അങ്ങോട്ട് ഇഷ്ടമില്ല, എന്നാലും ഞാൻ ഇടുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഒരു പതർച്ചയൊക്കെ പോലെ കാണും. അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മുടെ ഓൺ വോയിസിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെയുള്ളത് നമ്മൾ തമ്പനയിൽ മാക്സിമം നന്നായിട്ട് ഹെഡിങ്ങും നമ്മൾ നന്നായിട്ട് അതിനെ കൊടുക്കാൻ നോക്കുക. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ആ തമ്പനയിലും ക്യാപ്ഷനും കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു സംഭവം കണ്ടു, ഒരു തമ്പനയിൽ കണ്ടു, നമ്മൾ നോക്കുക, കൊള്ളാലോ, എന്തോ ഉണ്ടല്ലോ എന്നോർത്ത് നമ്മളത് എടുക്കുമ്പം നമ്മളത് നോക്കണം. മറ്റുള്ളവരത് കയറി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പം അങ്ങനെ നമ്മൾ നല്ലൊരു തമ്പനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ ചില യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്, നമ്മൾ കൃത്യസമയത്ത് നമ്മളൊരു ഇന്ന സമയം നോക്കി നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. നമ്മൾ ആ മറ്റേ അനലറ്റിക്സിനകത്ത് പോയി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെ ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മൾ നോക്കണം, നമ്മൾ ഏത് ടൈമിലാണ് നമ്മുടെ വീഡിയോ കയറി പോകുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇപ്പം ലൈവൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരു കൃത്യസമയം വെക്കുക, ആ കൃത്യസമയത്ത് തന്നെ ലൈവിൽ കയറാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈവ് വഴി നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് പറ്റും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ലൈവ് മാത്രം ഇട്ടാണ് അവർ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കിയിട്ടുള്ളത്. കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. പിന്നെ ഫേസ് കാണിക്കാതെ വേണമെങ്കിൽ നമുക്ക് ലൈവ് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പോൾ പെറ്റ്സിനെ വെച്ചോ ഒക്കെ നമുക്ക് ലൈവ് പോകാനായിട്ട് സാധിക്കും. അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് പോകാനായിട്ട് പറ്റും. പിന്നെയുള്ളത് ചില കണ്ടിന്യൂസ് ആയിട്ട്, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തേത് നല്ലൊരു ക്യാപ്ഷൻ, നല്ലൊരു തമ്പനയിൽ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു കൃത്യസമയത്ത് നമ്മൾ ഇടുന്ന വീഡിയോസ് കൃത്യസമയത്ത് തന്നെ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ഡെയിലി 1, 2, 3 ഒക്കെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അത് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യരുത്. അതിനൊരു ഇപ്പം രാവിലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ടൊരു ഉച്ചയ്ക്ക് ഒരെണ്ണം ചെയ്തു,
പിന്നെ നമുക്കൊരു രാത്രിയിൽ ഒരു വൈകുന്നേരത്തോടു കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു വീഡിയോ ഇട്ടു അപ്പം തന്നെ നമ്മളിത് പബ്ലിക്കാക്കി കൊടുക്കരുത്. അങ്ങനെ ഒരിക്കലും നമ്മളത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്കോ എന്തെങ്കിലും കോപ്പിറൈറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ വീഡിയോ പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലും നല്ലത് ഒന്നെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് നമ്മളൊരു കൃത്യസമയം വെച്ചിട്ട് നമ്മളത് പ്രൈവറ്റ് ആക്കി വെക്കുക. അപ്പം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു 8 മണിക്കാണ് ഞാനത് വീഡിയോ എടുത്തു, ഇതിനകത്ത് ഇട്ടു. അപ്പം ഞാനത് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരു 10 മണിക്കാണെന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണിക്കാണ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ 10 മണിക്ക് മുന്നേ ആയിട്ട് നമുക്ക് അതിനകത്ത് സ്ട്രൈക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ആക്കി വെക്കാം, മറ്റുള്ള പബ്ലിക്കിലേക്ക് ആ സമയത്ത് പോവില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരിക്കലും പബ്ലിക് ആക്കാനായിട്ട് പാടില്ല. നമ്മൾ വീഡിയോ ഇട്ട പുറകെ തന്നെ നമ്മളൊരിക്കലും പബ്ലിക് ആക്കരുത്. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച ശേഷം മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലിരിക്കണം. നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നിലവിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കണ്ടന്റുകൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഒരു സോങ് ആണ് നിൽക്കുന്നതെങ്കിൽ ആ സോങ് വെച്ച് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ അതിനകത്ത് പ്രകടിപ്പിക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ സോങ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓൺ വോയിസ് കൊടുത്ത് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് ആ പാട്ടിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 10 മിനിറ്റ് ശേഷം ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കും. എന്താ സംഭവം, എങ്ങനെയായി, വീഡിയോ കയറി പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മളെടുത്ത് നോക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ നോക്കാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ നോക്കും തോറും നമ്മുടെ വ്യൂസ് കുറഞ്ഞു വരത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആദ്യം നമ്മൾ തന്നെ ഒരിക്കലും ലൈക്കോ കമൻറ്റോ ഷെയറോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. അത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു, കുറച്ച് 10 മിനിറ്റ് ശേഷം ഇതെങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കി, എന്നാൽ ഞാൻ ലൈക്ക് കൊടുത്തേക്കാം, അപ്പോൾ ബാക്കിയുള്ളവർ പുറകെ ലൈക്ക് കൊടുത്തോളൂല്ലോ, ഒരു ലൈക്ക് ഉണ്ടല്ലോ ബാക്കിയുള്ളവർ പുറകെ കൊടുത്തോളൂല്ലോ എന്നോർത്ത് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മുടെ വ്യൂസ് കുറയ്ക്കാൻ മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. അത് ഒരു ടിപ്പാണ്, അതും എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ YT സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാനുണ്ട്. അതായത് നമ്മൾ കുറച്ച് ടാഗുകൾ കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കോമഡിയാണ് ചെയ്യുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള #ടാഗ് കൊടുത്തിട്ട് കോമഡി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കണം. ആദ്യം നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് ടാഗുകൾ #ടാഗ് ഉപയോഗിച്ച് ഇപ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി എന്ന് കൊടുക്കാം, ഫണ്ണി ആണെങ്കിൽ ഫണ്ണി എന്ന് കൊടുക്കാം. അങ്ങനെ ഒരു 5ഓളം ടാഗുകൾ നമ്മളവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മൾ അവിടെ ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ടാഗിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇപ്പം വൈറലായിട്ട് നിൽക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഒക്കെ കാണുമല്ലോ. ഇപ്പം അങ്ങനെ ഉള്ള ആൾക്കാരെ അവിടെ മെൻഷൻ ചെയ്യണം. അപ്പം അവരെ മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കയറി വരുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ചേച്ചി ഞങ്ങളുടെ വീഡിയോ കയറി വരാത്തത്, ഞങ്ങളുടെ വീഡിയോ റീച്ച് ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഇതൊരു ഭാഗ്യം മാത്രമാണ്. ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവർക്കും കിട്ടും, അതിന് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക. ഞാനും ഒരു 2 വർഷത്തോളമായി ഇതിനകത്ത്. ആദ്യമൊക്കെ കയറിയപ്പോൾ ഞാനും അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണ്. അപ്പോൾ എന്തേലും ഒരു പണി വേണ്ടേന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ
പിന്നെ അതൊരു ആഗ്രഹമായി. അപ്പം പിന്നെ ഇത് ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രമിക്കുക, മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ, എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടാറ്റാ.